നമസ്കാരം. എല്ലാവർക്കും ഹെൽത്തി ടേസ്റ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. ഓണത്തിനും സദ്യകൾക്കുമൊക്കെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കറിയാണ് പരിപ്പ്. അപ്പോൾ ഇന്ന് നമുക്ക് കട്ടിപ്പരിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ പരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. നമ്മുടെ നാടൻ രീതിയിലൊക്കെ കട്ടിപ്പരിപ്പ് തയ്യാറാക്കുന്നത് ചെറുപയർ വെച്ചിട്ടാണ്. അപ്പോൾ ചിലർ ഈ ചെറുപയറിൻ്റെ പരിപ്പ് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും, അത് വാങ്ങിയിട്ട് പരിപ്പ് കറി ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കാം. ഞാനിന്ന് നമ്മുടെ പഴയ രീതിയിൽ തയ്യാറാക്കുന്ന പരിപ്പാണ് ഇന്നുണ്ടാക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒന്ന് വറുത്തെടുക്കണം. ഇതിപ്പോൾ പച്ചയോടെ കഴിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ചവയ്ക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലായിരിക്കും, അതായത് നല്ല ക്രിസ്പി ആയിട്ടായിരിക്കില്ല ഇരിക്കുന്നത്. എന്നാൽ ഇത് മൂത്ത് വന്നു കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും. നമ്മളൊന്ന് കടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ശബ്ദം കേൾക്കും. അതുപോലെ ഇത് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണവും വരും. അപ്പോൾ ആ ഒരു പാകം വരെ ഇത് നമുക്ക് വറുത്തെടുക്കാം. പരിപ്പ് കറിക്ക് വേണ്ട പയർ നമ്മളിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു 2-3 തവണ ഒന്ന് അടിച്ചെടുക്കാം. അതല്ലെങ്കിൽ പണ്ട് കാലത്ത് ചെയ്യുന്നത് പോലെ അരകല്ലിൻ്റെ കുഴവി ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ഇതൊന്ന് അലവാക്കിയെടുക്കാം, അതായത് അതൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് പൊടിക്കണ്ട, ജസ്റ്റ് അതൊന്ന് 2-3 പീസായി മാറുന്നത് പോലെ ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ചായിട്ട് ചേർത്തിട്ട് ഈ രീതിയിൽ അടിച്ചെടുക്കാം. ഒരു 2-3 തവണ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഒരുപാടങ്ങ് പൗഡർ ആകണ്ട, കുറച്ച് തരികളായിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാൻ. പയർ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉമി, അതായത് ആ പയറിൻ്റെ പുറമേയുള്ള തൊലി കുറച്ച് പൊടിഞ്ഞ് കിടപ്പുണ്ട്, അത് നമുക്കൊന്ന് മാറ്റിയെടുക്കണം. ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ടിട്ടൊന്ന് പാറ്റിയെടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ മുറത്തിലോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലിട്ടോ അങ്ങനെ ഇതൊന്ന് വൃത്തിയാക്കിയെടുക്കാം. അതല്ലെങ്കിൽ കുറച്ച് വലിയ കണ്ണങ്ങളുള്ള അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരിച്ചെടുത്താലും മതി. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഈ പയറിനേക്കാളും 3 ഇരട്ടി വെള്ളം കൂടുതൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. ഞാൻ കുക്കറിൽ ഒരു 3 വിസിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന കുക്കറിൻ്റെയോ അതല്ലെങ്കിൽ പയറിൻ്റെയോ അനുസരിച്ച് ഈ വേവിന് വ്യത്യാസം വരാം. ഞാനിവിടെ ഒരു 3 വിസിലാണ് വെക്കുന്നത്. ഇത് വേവിച്ചെടുക്കാം. ഞാൻ ഇതിലേക്ക് 2 പച്ചമുളക് കൂടി കീറിയിട്ടിട്ടുണ്ട്. അപ്പോൾ ചിലർ ഇതിലേക്ക് ഒരു 2-3 ചുവന്നുള്ളി കൂടി ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അതും ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചുവന്നുള്ളി കൂടി ചേർക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം. നിങ്ങൾക്ക് 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ തേങ്ങ എടുക്കാം. ഈ തേങ്ങയിലേക്ക് 1 സ്പൂൺ ജീരകം, 3-4 അല്ലി വെളുത്തുള്ളി. അത് വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 5-6 എണ്ണം എടുക്കാം, വലുതാണെങ്കിൽ ഒരു 3-4 എണ്ണം എടുത്താൽ മതി. ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. പയർ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തവിയോ മറ്റോ വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒരുപാട് അങ്ങ് ക്രീം പോലെ ആക്കിയെടുക്കണം നിർബന്ധമില്ല. കട്ടിപ്പരിപ്പാണ്, അതുകൊണ്ട് കുറച്ച് തരികളൊക്കെ അതിലുള്ളത് നല്ലതാണ്. അതുകൊണ്ട് ഇത് കുറച്ച് ഉടഞ്ഞു വരുന്നത് പോലെ നമുക്ക് ഉടച്ചെടുക്കാം. ഈ പരിപ്പ് വെള്ളം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഉടച്ചെടുക്കാൻ, കാരണം വെള്ളം ഉണ്ടെങ്കിൽ പരിപ്പ് നന്നായിട്ട് ഉടഞ്ഞു കിട്ടില്ല. നമ്മൾ ആ മാറ്റി വെച്ച വെള്ളം കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാനിത് ഉടച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഈ പരിപ്പ് ചൂടാക്കിയിട്ട് വീണ്ടും അത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി കട്ടിയായി പോകും. അതുകൊണ്ട് ഇത് കുറച്ച് ലൂസായിട്ട് തയ്യാറാക്കുന്നതായിരിക്കും നല്ലത്. ഇതേപോലെ ഒരു പരുവത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. ഇത് ചൂടാറിയതിന് ശേഷം വീണ്ടും കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും. ഇനി ഇത് നമുക്ക് ചൂടാക്കിയെടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ പരിപ്പ് തിളയ്ക്കാൻ പാടില്ല, ഇതുപോലെ നന്നായിട്ട് ചൂടായി വന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം. വറ്റൽമുളകും കടുകും കറിവേപ്പിലയും മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. ഇതിലേക്ക് ചുവന്നുള്ളി ചേർക്കുന്നില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങൾ എണ്ണയിൽ നന്നായിട്ട് വറുത്തിട്ട് നമുക്ക് ആ പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓണത്തിനും നമ്മുടെ സദ്യകൾക്കുമൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മുടെ പ്രിയപ്പെട്ട പരിപ്പ് കറി തയ്യാറായി കഴിഞ്ഞു. നിങ്ങളെല്ലാം ഈ ഓണത്തിനൊന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.